ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കുന്ന ഇംഗ്ലീഷിലെ പ്രിപ്പോസിഷനിൽ നിന്നുള്ള 10 ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് കുറച്ചൊരു ടഫ് ക്വസ്റ്റ്യൻസ് ആണ്, എന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ കമ്മിറ്റി ഹാസ് ഡിസൈഡഡ് ഡാഷ് ദ പ്രപ്പോസൽ യുനാനിമസ്ലി. ഇവിടെ നമുക്ക് നോക്കാം, ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. ഡിസൈഡഡ് ഫോർ എന്നാണുള്ളത്. ഡിസൈഡഡ് ഫോർ എന്ന് വരുമ്പം നമുക്ക് ഈ ഫോർ എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആർക്കെങ്കിലും വേണ്ടി തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഞാനൊരു എക്സാമ്പിൾ പറയാം. ദ പാരൻസ് ഡിസൈഡഡ് ഫോർ ദ ചൈൽഡ്, അതായത് കുട്ടിക്ക് വേണ്ടിയിട്ട് പാരൻസ് ആ തീരുമാനം എടുത്തു, അതായത് വേറൊരാൾക്ക് വേണ്ടി തീരുമാനം എടുക്കുന്നതാണ്. അതായത് ഡിസൈഡഡ് ഫോർ തന്നെയാണ് പ്രിപ്പോസിഷൻ, ഡിസൈഡഡ് ഫോർ തന്നെയാണ് വരുന്നുണ്ടെങ്കിൽ അത് വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് തീരുമാനം എടുക്കുന്ന സാഹചര്യത്തിലാണ് ആ ഡിസൈഡഡ് ഫോർ എന്നുള്ള പ്രിപ്പോസിഷൻ ഉപയോഗിക്കുക. രണ്ടാമത്തെ നോക്കാം, ഡിസൈഡഡ് ഓൺ. ഡിസൈഡഡ് ഓൺ ആണ് ഇതിൻ്റെ ശരിയായ ആൻസർ. കാരണം ഡിസൈഡഡ് ഓൺ എന്ന് പറയുമ്പം ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ദ പ്രപ്പോസൽ യുനാനിമസ്ലി എന്നാണ് പറയുന്നത്. ഒരു ഫൈനൽ ഡിസിഷൻ്റെ കേസ് വരുന്നതിലാണെങ്കിൽ ഡിസൈഡഡ് ഓൺ എന്നാണ് ഉപയോഗിക്കുക. ഡിസൈഡഡ് എറ്റ്, പിന്നെ ഡിസൈഡഡ് എറ്റ് അല്ല, ഡിസൈഡഡ് വിത്ത് എന്നുള്ള നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുക? ആരുടെയെങ്കിലും കൂടെ ചേർന്ന് നമ്മൾ തീരുമാനം എടുക്കുന്ന സാഹചര്യത്തിലാണ് ഡിസൈഡഡ് വിത്ത് ഉപയോഗിക്കുന്നത്. പിന്നെ ചിലപ്പോൾ ഡിസൈഡഡ് എബൌട്ട് എന്നും പറയും. ഡിസൈഡ് എബൌട്ട് എന്ന് പറയുന്നത് എന്തിനെങ്കിലും കുറിച്ച് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു കാര്യത്തെക്കുറിച്ച് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോഴാണ് ഡിസൈഡഡ് എബൌട്ട് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഡിസൈഡഡ് ഓൺ ദ പ്രപ്പോസൽ യുനാനിമസ്ലി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹി വാസ് ചാർജ് ഡാഷ് തെഫ്റ്റ് ബൈ ദ പോലീസ്. ഇവിടെ നമുക്ക് ഫോറും പറയാം വിത്തും പറയാം, പക്ഷേ ഗ്രാമറ്റിക്കലി ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് വിത്താണ് കേട്ടോ. ചാർജ്ഡ് വിത്ത് തെഫ്റ്റ് ബൈ ദ പോലീസ്, അങ്ങനെയാണ് വരിക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഷീ ഹാസ് നോ കൺട്രോൾ ഡാഷ് ഹെർ ഇമോഷൻസ് ഡ്യൂറിങ് ആർഗ്യുമെൻറ്റ്സ്. ഇവിടെ നമുക്ക് നോക്കാം, ഓൺ നോക്കൂ, ഓൺ എന്നുള്ള ഓപ്ഷൻ നോക്കാം. ഓൺ എന്നുള്ള ഓപ്ഷൻ എന്ന് പറയുമ്പം നമുക്ക് കൺട്രോൾ ഓൺ എന്ന് പറഞ്ഞ പ്രിപ്പോസിഷൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കൺട്രോൾ ഓൺ അതെപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൈസ്, അതായത് ഒരു പ്രൈസിൽ കൺട്രോൾ ചെയ്യാം എന്നുള്ള രീതി പറയുമ്പോൾ നമുക്ക് കൺട്രോൾ ഓൺ എന്നുള്ള ഒരു പ്രിപ്പോസിഷൻ എടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ എന്താ, ഇമോഷൻസ് ആണ്. ഇമോഷൻസിൻ്റെ കേസ് വരുമ്പം ഇവിടെ ഓവറാണ് വരിക, അതായത് കൺട്രോൾ ഓവർ എന്നാണ് പറയുക. ഇമോഷൻസ് പറയുമ്പം ഓവർ എന്ന് പറയാം. എറ്റ് നമ്മൾ പറയുന്നത് ഒരു പ്ലേസ് അല്ലെങ്കിൽ ഒരു ടൈം അങ്ങനെയൊക്കെ കാണിക്കുമ്പോഴാണ് എറ്റ് വരുന്നത്. വിത്ത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൂടെ, അതായത് കൂടെ ആരെങ്കിലും അങ്ങനെ വരുമ്പോഴാണ് വിത്ത് പറയുക. അല്ലെങ്കിൽ ഉപയോഗിച്ച് എന്നുള്ള സാഹചര്യം വരുമ്പോഴും വിത്ത് നമുക്ക് ഉപയോഗിക്കാം. നമുക്കിനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രിൻസിപ്പൽ ഈസ് സ്ട്രിക്റ്റ് ഡാഷ് ഡിസിപ്ലിൻസ്. ഇവിടെ ആൻസർ എബൌട്ടാണ്. കാരണം എന്താ പറയുക, കുറച്ചൊരു ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയത്. കാരണം ദ പ്രിൻസിപ്പൽ ഈസ് സ്ട്രിക്റ്റ് ഡാഷ് ഡിസിപ്ലിൻസ്, ഇവിടെ റൂൾസിലാണ് പറയുന്നത്. അപ്പോൾ ഡിസിപ്ലിൻ എന്നെല്ലാം പറയുമ്പം നമ്മൾ എബൌട്ടാണ് ഉപയോഗിക്കുക, സ്ട്രിക്റ്റ് എബൌട്ടാണ് ഉപയോഗിക്കുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വി ഷുഡ് അബ്സ്റ്റെയിൻ ഡാഷ് ബാഡ് ഹാബിറ്റ്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ബാഡ് ഹാബിറ്റിൽ നിന്നും മോചിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. അപ്പം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം ഫ്രം ആണ് അല്ലേ, ആ ബാഡ് ഹാബിറ്റിൽ നിന്നും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ, അബ്സ്റ്റെയിൻ ഫ്രം തന്നെയാണ് ആൻസർ. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഹി ഈസ് അഡിക്റ്റഡ് ഡാഷ് മൊബൈൽ ഗെയിംസ്. എന്താ ഇതിൻ്റെ ആൻസറായിട്ട് വരിക? നമുക്ക് നോക്കാം. 2 ആണ്. കാരണം അഡിക്റ്റഡ് ടു എന്ന് പറയാം. അഡിക്റ്റഡ് ടു പറയുമ്പം ഒരു നൗൺ, അതായത് അഡിക്റ്റഡ് ടു കഴിഞ്ഞിട്ട് ഒരു നൗണ് അല്ലെങ്കിൽ ഒരു വെർബ്. അതായത് ഇപ്പം നൗണ് നമുക്ക് മൊബൈൽ ഗെയിംസ് അല്ലെ കോഫി അങ്ങനെയൊക്കെ പറയാം. കോഫി അത് ഒരു നൗണാണ്. അതായത് അഡിക്റ്റഡ് ടു എന്ന പ്രപ്പോസിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു നൗണും വരാം, ഒരു വെർബും വരാം. വെർബ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, അഡിക്റ്റഡ് ടു സ്മോക്കിംഗ്.
അഡിക്റ്റഡ് ടു സ്മോക്കിംഗ്, അതൊരു വേർബ് അല്ലേ? അപ്പം അഡിക്റ്റഡ് ടു നമുക്ക് വേർബും വരാം നൗണും വരാം. അഡിക്റ്റഡ് ടു ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. 7ാമത്തെ ക്വസ്റ്റ്യൻ, ദ മാനേജർ കംപ്ലൈഡ് ഡാഷ് ദ ന്യൂ റെഗുലേഷൻസ്. ഇവിടെ ആൻസർ വിത്താണ്. കംപ്ലൈഡ് വിത്താണ് വരിക. ഇത് പ്രപ്പോസിഷൻ അങ്ങനെ തന്നെയാണ്. കംപ്ലൈഡ് വിത്ത് എന്നുള്ള പ്രപ്പോസിഷൻ തന്നെയാണ് വരിക. ഈ കംപ്ലൈഡ് വിത്ത് എന്നുള്ളതിൻ്റെ മീനിങ് ഒബേ അല്ലെങ്കിൽ ഫോളോ. ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അതായത് ന്യൂ റെഗുലേഷൻസ് ഫോളോ അല്ലെങ്കിൽ ഒബേ, കംപ്ലൈഡ് വിത്ത് എന്നാണ് പറയാം. ഓക്കെ. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഷി വാസ് ഡിപ്രൈവ്ഡ് ഡാഷ് ഹെർ റൈറ്റ്സ്. ഇത് കുറച്ചൊരു ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ ഡിപ്രൈവ്ഡ് വിത്താണ് വരിക. ഇത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഡിപ്രൈവ്ഡ് വിത്ത് എന്നുള്ള ഫ്രേസൽ വേർബ്സാണ് ഇതിൽ വരുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഓഫീസർ ഹിൻഡഡ് ഡാഷ് കറപ്ഷൻസ് ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ഇതിൻ്റെ ആൻസർ എറ്റാണ്. ഹിൻഡഡ് എറ്റ് കറപ്ഷൻസ് ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ എന്നല്ലേ പറയുന്നത്. ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കറപ്ഷൻസ് ഹിൻഡഡ് ചൂണ്ടിക്കാണിച്ചു എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്നുള്ള പറയുമ്പോൾ നമ്മളെന്താ പറയുക, എബൌട്ട് അല്ല. എബൌട്ട് എന്തായാലും വരില്ല, ടുവേർഡ്സും വരില്ല, ഫോറും വരില്ല, എറ്റ് തന്നെയാണ് വരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹി ടേക്സ് പ്രൈഡ് ഡാഷ് ഹിസ് അച്ചീവ്മെൻറ്റ്സ്. പ്രൈഡ് നമ്മൾ എപ്പോഴും പ്രൈഡ് അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് എപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ, ഇന്നാണ്. പ്രൈഡ് ഇൻ അച്ചീവ്മെൻറ്റ്സ്, അതായത് നേട്ടത്തിൽ എന്നാണ് പറയുന്നത്. നേട്ടത്തിൽ അഭിമാനം കൊണ്ടു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പ്രൈഡ് ഇൻ ഹിസ് അച്ചീവ്മെൻറ്റ്സ് ആണ് വരുന്നത്.